എള്ളും കറുവേപ്പിലയൊക്കെ ഇട്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു 10-60 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മുടി വളരുന്ന പറയുന്നത്. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് മുടി കൊഴിച്ചിൽ തടയാനുള്ള എള്ളു കൊണ്ടുള്ള ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോണത്. ഷിജിക്കുട്ടിക്ക് മുടിയൊക്കെ കുറച്ച് കൊഴിയുണ്ട്. അപ്പൊ പലവരും ഈ എള്ളും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഉണ്ടയുണ്ടായി കഴിച്ചാൽ അതിന് തടസ്സം നിൽക്കും, മുടി കൊഴിയില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം മുടി വളരേണ്ടതെന്ന് നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ പാക്ക് ചെയ്യുന്ന നാടൻ ശർക്കരപ്പൊടി, കല്ലും മണ്ണൊന്നും ചേർക്കാത്ത കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരപ്പൊടിയാണ് ഇതിന് വേണ്ടത്. അതാണ് എടുത്തിട്ടുള്ളത് 1/2 കിലോ. പിന്നെ നാടൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മരുന്നൊന്നും അടിക്കാത്ത നാടൻ കറിവേപ്പില. പിന്നെ വെള്ള്, കല്ല് മണ്ണൊക്കെ ഉണ്ടാവും, അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്താണ്. ബദാം, അതേമാതിരി ഏലക്കായി പഞ്ചസാര ചേർത്ത് പൊടിച്ചു. എന്തിനാ പറഞ്ഞാൽ എന്നാലും നന്നായി പൊടിഞ്ഞു കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നെയ്യ് ആവശ്യത്തിന്, ഈ ഇല വറുക്കാനാണ്. വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലൊക്കെ വേണമെങ്കിൽ അതിലൊക്കെ വറുക്കാം. നമ്മുടെ നാടൻ നെയ്യ് നല്ലതുണ്ടായപ്പോ നമ്മൾ അതിട്ട് വറുക്കണമെന്ന് മാത്രം. ശരിക്കുട്ട എള്ള് വറുത്തെടുക്കുക, കരിയാണ്ട് വറുത്തെടുക്കണം. നന്നായി വറുക്കുക ശരിക്കുട്ട. നന്നായി അടികളകട്ടെ. ചടചടാന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കരിയാണ്ട് വറുത്തെടുക്കണം. പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നിർത്താം. വറുത്തെടുത്തു. ഇനി ആറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ബദാമൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുക്കുക ശരിക്കട്ടെ. ഇതിൽ പിടിക്ക്. കിളക്ക് വീട് കിളക്ക്. ബദാം വറുത്ത് ചൂടാക്കി. കറിവേപ്പില വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതാ കറിവേപ്പില ഇരുണ്ട് വറുക്കാന്. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം. എന്താ പറഞ്ഞാൽ ഓരോന്നിനും പൊടിയാനുള്ള സമയങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മ വേറെ വെറൈറ്റി പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ടാണ് പിന്നെ ഉണ്ട ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതോടെ എല്ലാം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എള്ള് പൊടിച്ചാണ്. എള്ളിനൊരു മയം ഉണ്ടാവും, എണ്ണമയം, എള്ളെണ്ണന്റെ മയം ഉണ്ടാവും എള്ളിന്റെ. അതാണ് ഈ മയം ഉള്ളത്. പിന്നെ ബദാം പൊടിച്ചിട്ടുണ്ട്. കറിവേപ്പിലുവിനെ നെയ്യിൽ വറുത്തുകൊണ്ട് അതിൻ്റെ ഒരു മയം ഉണ്ടാവും. ഇത് കുറച്ച് പഞ്ചസാര ഇട്ട് ഏലക്കായ് പൊടിച്ചാണ്. പഞ്ചസാര ഇട്ടത് ഏലക്കായ് പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പാക്ക് ചെയ്യണ ശർക്കര, നല്ല ശർക്കരപ്പൊടി. ഈ പൊടിച്ചതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ കലർന്ന് മിക്സ് ചെയ്ത് ഉണ്ടയുണ്ടാക്കാം. ഈ എല്ലാ പൊടിയും ചേർത്ത് നമുക്കിനി ഉണ്ട പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്യുക ഒന്നായിട്ട്. മിക്സ് ചെയ്. ഉണ്ട പിടിക്കാനാണ് മിക്സ് ചെയ്യുന്നത് കേട്ടാ. നന്നായി മിക്സ് ചെയ്യണം. എല്ലാവിടെയും ആകട്ടെ. ഇതെല്ലാ പൊടിയും കൂടി ചേർത്തിയ ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതെന്താ പറഞ്ഞാൽ ഉണ്ട പിടിക്കാൻ അപ്പോഴാണ് നമുക്കൊരു പദം കിട്ടുക. അപ്പൊ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എള്ളും കൂടി, വെളുത്ത എള്ളും കൂടി ചന്തത്തിന് വേണ്ടി വതറുന്നത്. ചീകുട്ടപ്പാ. അപ്പൊ എള്ളും കറുവേപ്പിലയൊക്കെ ഇട്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു 10-60 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മുടി വളരുന്ന പറയുന്നത്. ശുചിക്കുട്ടൻ്റെ മുടിയൊക്കെ ഇത് നിറയെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2-3 മാസം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ശുചിക്കുട്ട താങ്ക് യു പറ.